ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ആൻഡ്സ് കിച്ചൺ. ഇന്ന് ഞാൻ നിങ്ങൾക്കായി തയ്യാറാക്കാൻ പോകുന്നത് ചിക്കൻ പാൻ പിസ്സയാണ്. ഇതൊരു കോണ്ടിനെൻ്റൽ ഡിഷാണ്. ഇതുണ്ടാക്കുന്നത് ഒരു 3 സ്റ്റെപ്പായിട്ടാണ്. അതിൻ്റെ ആദ്യ സ്റ്റെപ്പ് എന്ന് പറയുന്നത് മാവുണ്ടാക്കുക. അപ്പോൾ ഇതിനായിട്ട് ഞാനിവിടെ 1 ടീസ്പൂൺ ഡ്രൈ ആക്റ്റീവ് ഈസ്റ്റാണ് എടുത്തിരിക്കുന്നത്. ഇതിലേക്ക് ഒരു അര തൊട്ട് 1 ടീസ്പൂൺ വരെ പഞ്ചസാര ചേർക്കാം. പിന്നെ ഒരു 4 തൊട്ട് 5 ടീസ്പൂൺ വരെ ഇളം ചൂടുവെള്ളം. അത് ചെറിയ ചൂടുവെള്ളം ചേർത്ത് കഴിഞ്ഞാൽ ഈസ്റ്റ് പെട്ടെന്ന് ആക്റ്റീവ് ആയിക്കോളും. എന്നിട്ട് ഇതിനെല്ലാം കൂടി നന്നായിട്ട് മിക്സ് ചെയ്ത് യോജിപ്പിക്കുക. അതായത് ആ പഞ്ചസാര നന്നായി അലിയുന്നത് വരേക്കും നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം. എന്നിട്ട് ഇതിന് ഈസ്റ്റ് ഒന്ന് പൊങ്ങി വരുന്ന പാകമാകാൻ വേണ്ടിയിട്ട് നമുക്കൊരു 5 മിനിറ്റ് ഇതിനൊന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കണം. അപ്പോൾ ഇതിനെ ഞാൻ അടച്ച് ഒരു 5 മിനിറ്റ് മൂടി വയ്ക്കുകയാണ്. ഇനി അടുത്ത സ്റ്റെപ്പായിട്ട് ഇതാണ് ഞാൻ എൻ്റെ അളവ് സൈസ്. ഇതൊരു 1 കപ്പിൻ്റെ സൈസാണ്. ഇതിന് 1.5 കപ്പ് മൈദാമാവാണ് എടുത്തിരിക്കുന്നത്. ഓൾ പർപ്പസ് ഫ്ലവർ അല്ലെങ്കിൽ മൈദാമാവ്. ഇത് മിക്സ് ചെയ്യാനുള്ള പാത്രത്തിലോട്ട് മാറ്റാം. ഇനി ഇതിലേക്ക് ഉപ്പ് ഒരു 1/4 ടീസ്പൂൺ, അതായത് ആവശ്യത്തിന് ഉപ്പ് നമുക്ക് ഇതിലോട്ട് ചേർത്ത് കൊടുക്കാം. പിന്നെ ഈ മാവിൽ ആ ഒരു പച്ച ഫ്ലേവർ വരാതിരിക്കാൻ വേണ്ടി ഞാൻ കുറച്ച് ഒരഗാനോ ഇതിലോട്ട് ചേർക്കും. അപ്പോൾ ഇതൊരു 1/2 ടീസ്പൂൺ വരെ പൗഡറാണ് ഞാൻ ഇതിലോട്ട് ചേർക്കുന്നത്. അപ്പോൾ ആ ഒരു ഫ്ലേവർ നമുക്ക് ഈ മാവിലും നമുക്ക് കിട്ടും. പിന്നെ നേരത്തെ മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്ന ഈസ്റ്റിൻ്റെ മിക്സ്ചർ അത് നമുക്ക് ഈ മാവിലോട്ട് ഇപ്പോൾ ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇതിൽ പഞ്ചസാര, ഈസ്റ്റും വെള്ളവുമാണുള്ളത്. ഇത് നമുക്ക് ഇതിലോട്ട് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ഒന്നുകിൽ വെജിറ്റബിൾ ഓയിൽ അല്ലെങ്കിൽ ഒലിവ് ഓയിൽ, ഏതായാലും 1 ടേബിൾ സ്പൂൺ ഓയിലാണ് ഞാനിവിടെ ചേർക്കുന്നത്. ഇത് ആ ഒരു ഫ്ലേവർ കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മളിത് ചേർത്ത് കൊടുക്കുന്നത്. ഇനി ഇതിനെ നമുക്ക് ഈ മിക്സ്ചറിനെ എല്ലാം കൂടെ മിക്സ് ചെയ്യാൻ വേണ്ടി ഇളം ചൂടുവെള്ളം യൂസ് ചെയ്ത് തന്നെയാണ് മിക്സ് ചെയ്യുന്നത്. അപ്പോൾ ഇത് മിക്സ് ചെയ്യുമ്പോൾ ആദ്യം ആ ചേർത്ത് വെച്ച വെള്ളം മിക്സ്ചർ ഉള്ളത് ഒന്ന് ചെറുതായിട്ട് ചേർത്ത് കൊടുക്കുക. ഇത് ഓരോ പ്രാവശ്യവും മിക്സ് ചെയ്യുമ്പോഴും കുറേശ്ശെ വെള്ളം ചേർത്ത് അധികം ടൈറ്റ് ആകാൻ അനുവദിക്കാതെ ചെറിയ ലൂസായിട്ട് വേണം ഈ മാവിനെ നമുക്ക് മിക്സ് ചെയ്ത് എടുക്കാൻ വേണ്ടി. അപ്പോൾ എല്ലാ മാവും ഇതേപോലെ യോജിച്ച് വന്നു കഴിയുമ്പോൾ ഇപ്പം നമുക്ക് കാണാം കുറച്ചൊരു ലൂസായിട്ട് തന്നെയാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ ഇത്രയും ലൂസായിട്ട് എടുക്കുക. അപ്പോഴാണ് നമുക്ക് ആ പാനിലിട്ട് പിസ്സ ചെയ്യുമ്പോൾ നല്ല ക്രഞ്ചി ആയിട്ട് കിട്ടുക. അപ്പോൾ ഇതേപോലെ കുറച്ച് സ്റ്റിക്കി ആയിട്ടാണ് മാവ് നിൽക്കുന്നത്. അപ്പോൾ ഈ ഒരു പാകത്തിന് നമുക്കിതിലേക്ക് കുറച്ച് എണ്ണ, ഞാനിവിടെ ഒലിവ് ഓയിൽ ഇപ്പോൾ ചേർത്ത് കൊടുക്കുന്നത്. അത് ശരിക്കും പറഞ്ഞാൽ ആ മാവിനൊരു മിക്സ്ചർ, ഒരു ലെയർ ഫോം ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ ഒലിവ് ഓയിൽ ചേർക്കുന്നത്. അപ്പോൾ ഇതൊരു 4 തൊട്ട് 5 ഡ്രോപ്സാണ് ഇപ്പോൾ ശരിക്കും പറഞ്ഞാൽ ചേർക്കുന്നത്. ചേർത്ത് അതിൻ്റെ ആ മാവിൻ്റെ പുറത്തൊരു കോട്ടിങ് പോലെ ചേർത്ത് കൊടുക്കുകയാണ്. അപ്പോൾ അതൊന്ന് ആ പാത്രത്തിൽ ഒട്ടാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ചെയ്യുന്നത്. ഇനി അതിന് മുമ്പായിട്ട് തന്നെ രണ്ട് കയ്യിലും കുറച്ച് എണ്ണയാക്കിയിട്ട് ഞാൻ ഈ മാവിനെ ഒന്ന് ചെറുതായിട്ടൊന്ന് ഷേപ്പ് ചെയ്യാനായിട്ട്, ഇപ്പോൾ ഇത് ഒരു ഷേപ്പും ഇല്ലാതെ നിൽക്കുന്നതിനെ ഒന്ന് ചെറുതായിട്ടൊന്ന് ഷേപ്പ് ചെയ്യാനായിട്ട് ട്രൈ ചെയ്യണം. പക്ഷേ ഇത് മൊത്തം നമുക്ക് ആ വെച്ച് ഇതിനെ ആ എയർ മുഴുവൻ, ആ ഈസ്റ്റ് എല്ലാം ആക്റ്റീവായി നിറയെ എയറെല്ലാം വന്നതിന് ശേഷം നമുക്ക് ശരിക്കും ഇതിനെ നല്ല ഷേപ്പിലെടുക്കാൻ പറ്റും. ഇപ്പോൾ ഈ ഒരു ഷേപ്പിൽ ചെയ്തിട്ട് ഞാൻ ഇതിനെ ഇപ്പം നമുക്ക് കാണാം ആ ഒരു മാവിനൊരു ചെറിയൊരു ഷേപ്പ് ഫോം ആയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഇതിൻ്റെ മുകളിൽ കുറച്ച് ഒലിവ് ഓയിൽ ഇങ്ങനെ ഒന്ന് തടവി കൊടുക്കുക. അപ്പോൾ നമ്മളിതിനെ റെസ്റ്റ് ചെയ്യാൻ വയ്ക്കുമ്പോൾ പാത്രത്തിൽ ഒട്ടാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ആ എണ്ണ മുകളിൽ തേച്ചത്. ഇനി ഒരു നനഞ്ഞ തുണിയിട്ട് ഒരു ഏകദേശം 6 തൊട്ട് 8 മണിക്കൂർ വരെ ഈ തുണി വെച്ച് അടച്ച് അതേപോലെ അനങ്ങാതെ ഒരു 6 തൊട്ട് 8 മണിക്കൂർ വരെയും വെച്ചേക്കും. ഇതിനെ നമുക്കിനി റെസ്റ്റ് ചെയ്യാനായിട്ട് അനുവദിക്കാം. ഇനി ഇതിൻ്റെ അടുത്ത സ്റ്റെപ്പാണ്, അതായത് സോസ് മേക്കിംഗ്. ഇതിനായിട്ട് ഞാനൊരു 2 ടൊമാറ്റോ, ഒരു മീഡിയം സൈസ് ടൊമാറ്റോ ഇതേപോലെ അതിൻ്റെ 3 ഭാഗത്ത് ഇങ്ങനെ ജസ്റ്റ് ഒന്ന് കീറി ഒരു പാത്രത്തിൽ വെക്കുക. ഒരു 1 തൊട്ട് 2 ഉള്ളി വരെ ആവാം. ഞാനിവിടെ ഒരു 1.5 ഉള്ളിയാണ് എടുത്തിരിക്കുന്നത്. അതിനെ ഇതേപോലെ ചെറിയ ക്യൂബ്സ് ആയിട്ട് തന്നെ കട്ട് ചെയ്ത് നമുക്ക് ഈ പാത്രത്തിലോട്ട് ഇട്ട് കൊടുക്കാം. ഇതൊരു 6 തൊട്ട് 8 അല്ലി വരെ വെളുത്തുള്ളി അത് ഇതിലോട്ട് ചേർക്കാം. പിന്നെ പിരിയൽ മുളക് ഞാനിവിടെ ഒരു 8 എടുത്തിട്ടുണ്ട്. നമുക്ക് എരിവിനനുസരിച്ച് നമുക്കിത് ഇതിലോട്ട് ആഡ് ചെയ്യാവുന്നതാണ്. അപ്പോൾ എരിവ് കുറയ്ക്കാനാണെങ്കിൽ ഇതിൻ്റെ നമ്പേഴ്സ് കുറച്ചാൽ മതി. പിന്നെ വെള്ളം, അത് ഏകദേശം ഈ ഉള്ളിയും ഈ മുളകും എല്ലാം മുങ്ങി നിൽക്കുന്ന രീതിയിൽ വെള്ളം എടുത്തിട്ട് നന്നായിട്ട് തിളയ്ക്കട്ടെ. നന്നായി തിളച്ചതിന് ശേഷം, അതായത് ഈ ഉള്ളിയുടെയൊക്കെ കളർ മാറി ഈ തക്കാളിയുടെ ആ തോലിങ്ങനെ ഇളകി വരുന്ന ഒരു പാകമാകുമ്പോൾ നമുക്ക് ഈ തക്കാളിയെ മറുവശം തിരിച്ചിട്ട് കൊടുക്കാം. അതായത് തക്കാളിയുടെ കണ്ണെന്ന് പറയാം, അതിൻ്റെ ആ കെട്ട് മുകളിൽ വരുന്ന രീതിയിൽ നമുക്ക് ഒരു 2 മിനിറ്റ്സ് കൂടെ ഇട്ട് വേവിക്കാം. എന്നിട്ട് ആ തീയിൽ നിന്ന് മാറ്റിയതിന് ശേഷം ആ ചൂടൊന്ന് മാറി ഇളം ചൂടാകുമ്പോഴത്തേക്ക് നമുക്കതിൽ നിന്ന് തക്കാളി എടുത്ത് അതിൻ്റെ തോല് കളഞ്ഞ് നമുക്കിതേപോലെ ആ കീറി വെച്ചിരിക്കുന്ന ഭാഗത്തോട്ട് കൈവച്ച് കഴിയുമ്പോൾ നമുക്കതിൻ്റെ
ആ സീഡ്സ് കിട്ടും, അതിനെ നമുക്ക് റിമൂവ് ചെയ്യാം. സീഡ്സ് വേണ്ട സോസിലേക്ക്, അതുകൊണ്ടാണ് അതിന് റിമൂവ് ചെയ്യുന്നത്. എന്നിട്ട് അതിൻ്റെ കണ്ണ് ഭാഗം, അതായത് എല്ലാം കൂടെ ചേർന്നിരിക്കുന്ന ഭാഗത്തിന് നമുക്കൊരു കത്തി വെച്ച് അതിനെ ഇപ്പോൾ ഈ കാണിക്കുന്നത് പോലെ റൗണ്ട് ചെയ്ത് കട്ട് ചെയ്ത് എടുക്കാം. അപ്പോൾ ഇതിനെ നമ്മളിനി മിക്സി ബൗളിലോട്ടാണ് ഇടുന്നത്. എന്നിട്ട് നന്നായിട്ട് പേസ്റ്റ് ആക്കി എടുക്കണം. അപ്പോൾ ഇതിനായിട്ട് 2 തക്കാളിയും, അടുത്ത തക്കാളി അതേപോലെ ചെയ്യാം. പിന്നെ ബാക്കിയുള്ള പിരിയൽ മുളകും ഉള്ളിയും വെളുത്തുള്ളിയും കൂടെ ഉള്ള ആ കൂട്ട്, അതും കൂടി നമുക്ക് മിക്സി ബൗളിലോട്ട് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് അപ്പോൾ ബാക്കി അതിൽ കുറച്ച് വെള്ളമുണ്ട്, നമ്മൾ ആഡ് ചെയ്ത പകുതി വെള്ളം വേകാനായിട്ട് പോയിട്ടുണ്ട്. ബാക്കിയുള്ളതിൽ ഒരു ഏകദേശം ഒരു 2 ടേബിൾ സ്പൂൺ വെള്ളത്തോളം നമുക്ക് മിക്സിയിലോട്ട് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഇതിനെ നന്നായിട്ട് അരച്ച് നല്ല പേസ്റ്റാക്കി എടുക്കണം. അപ്പോൾ ഒരു സോസിൻ്റെ ഒരു ടെക്സ്ചറിൽ നമുക്കിതിനെ കിട്ടും. ഇനി ഇതിനെ നമ്മളൊന്ന് സോസാക്കാൻ വേണ്ടിയിട്ട് ഒരു മൂട് കട്ടിയുള്ള പാനിൽ ഒരു ടീസ്പൂൺ ഓയിൽ ഒഴിച്ചിട്ട്, അത് വെജിറ്റബിൾ ഓയിലാകാം അല്ലെങ്കിൽ ഒലിവ് ഓയിൽ, ഇതിലേക്ക് നമ്മുടെ ഈ സോസിൻ്റെ മിക്സ്ചറിൽ നിന്ന് ഒരു 2.5 ടേബിൾ സ്പൂൺ മിക്സ് ആ പാനിലോട്ട് ചേർക്കാം. എന്നിട്ട് ഇതിലേക്ക് ഞാനിനി മറ്റ് ഇൻഗ്രീഡിയൻസ് ആഡ് ചെയ്യാണ്. അതായത് ഇപ്പോൾ മുളക് പൊടി, അതായത് പിരിയൽ മുളക് പൊടിയാണ് ഞാൻ ചേർക്കുന്നത്. അത് ഒരു 1.5 ടേബിൾ സ്പൂൺ ഞാൻ ആഡ് ചെയ്യുന്നുണ്ട്. നമുക്ക് എരിവിനനുസരിച്ച് ഇത് അഡ്ജസ്റ്റ് ചെയ്യാവുന്നതാണ്. ഈ എരിവായിരിക്കും നമ്മുടെ പിസയിലെ എരിവെന്ന് പറയുന്നത്. അപ്പോൾ ഇത് ഈ ചൂട് പാനിലോട്ട് ചേർക്കുമ്പോൾ ആ മുളകിൻ്റെ ആ ഒരു പച്ചപ്പ് പോകും. അതിന് വേണ്ടിയിട്ടാണ് ഈ സമയത്ത് ചേർക്കുന്നത്. ഇപ്പം ഞാൻ ചേർത്തത് പഞ്ചസാരയാണ്. ഒരു ടീസ്പൂൺ വരേക്കും പഞ്ചസാര ആഡ് ചെയ്തിട്ടുണ്ട്. എന്നിട്ട് ഇതിനെ രണ്ടിനെയും കൂടെ, ആ ചെറിയ എണ്ണയും ഉള്ളതുകൊണ്ട് മുളകിൻ്റെ പച്ചപ്പ് പോവുകയും ഷുഗർ ഒരു ചെറിയ കാരമലൈസ്ഡ് ഫ്ലേവർ വരികയും ചെയ്യും. അപ്പോൾ ഇതിനെ നന്നായിട്ടൊന്ന് ചൂടായതിന് ശേഷം ബാക്കിയുള്ള സോസ് അതും കൂടി നമുക്ക് ഈ കൂട്ടിലോട്ട് നമുക്ക് ആഡ് ചെയ്യാം. എന്നിട്ട് ഇതിനെ നന്നായി മിക്സ് ചെയ്ത ശേഷം നമുക്ക് ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കാം. അപ്പോൾ ഞാൻ പറഞ്ഞു, ഇത് തന്നെയായിരിക്കും നമ്മുടെ പിസയിലുള്ള ഉപ്പും എരിവും ഫ്ലേവറും എല്ലാം, മെയിൻ ഫ്ലേവറും എല്ലാം. അപ്പോൾ ആവശ്യത്തിന് ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ട് തിളയ്ക്കുക. അപ്പോൾ തിളച്ച് ഒരു ഏകദേശം നമ്മുടെ സോസിൻ്റെ പരുവമാകുമ്പോഴത്തേക്കും നമുക്കതിലേക്ക് കുറച്ച് ഒറിഗാനോ കൂടി ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഒരു ഹേർബിൻ്റെ ഒരു ഫ്ലേവറും കൂടി ഇതിലേക്ക് വരും. അപ്പോൾ നമ്മുടെ സോസ് റെഡിയായി കഴിഞ്ഞു. ഇനി നമുക്ക് അടുത്ത സ്റ്റെപ്പ്, അതായത് അസംബ്ലിംഗ് ആണ്, പിസ്സ മേക്കിംഗ് ആണ്. ഇത് ചിക്കൻ പിസ്സ ആയതുകൊണ്ട് തന്നെ ഞാനിവിടെ ചിക്കൻ ഒരു 200 ഗ്രാം ബ്രസ്റ്റ് പീസ് ചിക്കൻ എടുത്തിട്ട് ഇങ്ങനെ നേർമയ്ക്ക് നീളത്തിന് കട്ട് ചെയ്തെടുത്തിരിക്കുകയാണ്. അപ്പോൾ അതൊരു ബൗളിലോട്ട് മാറ്റാം. എന്നിട്ട് ഇതിലേക്ക് ഇനി ജിഞ്ചർ ഗാർലിക് പേസ്റ്റാണ്. നമുക്ക് വീട്ടിലുണ്ടാക്കുന്നതാണെങ്കിൽ അത് മതി. അതല്ല ഇതേപോലെ വാങ്ങിക്കുന്നതാണ് ആഡ് ചെയ്യുന്നതെങ്കിൽ ഇത് ഏകദേശം ഒരു ടേബിൾ സ്പൂണാണ് ഞാൻ ആഡ് ചെയ്യുന്നത് ജിഞ്ചർ ഗാർലിക് പേസ്റ്റ്. എന്നിട്ട് ഇതിലേക്ക് കുറച്ച് ഉപ്പ്, അത് ആവശ്യത്തിനുള്ള ഉപ്പ്, ചിക്കനിന് ആവശ്യമായ ഉപ്പ് ചേർത്ത് കൊടുക്കാം. പിന്നെ ഞാൻ ചേർക്കുന്നത് കുരുമുളക് പൊടിയാണ്. ഇത് ഏകദേശം 1.5 ടീസ്പൂൺ കുരുമുളക് പൊടി ഞാനിവിടെ ചേർക്കുന്നു. ഇത് എരിവിനനുസരിച്ച് നിങ്ങൾക്ക് അഡ്ജസ്റ്റ് ചെയ്യാവുന്നതാണ്. എന്നിട്ട് ഇതിൻ്റെ ഒപ്പം തന്നെ കുറച്ച് ഒറിഗാനോ കൂടി. അപ്പോൾ അതും ഒരു ഫ്ലേവർ കിട്ടും. നമ്മുടെ ചിക്കനും ആ ഒരു പിസ്സയുടെ ഫ്ലേവർ കിട്ടാൻ വേണ്ടിയിട്ടാണ് ഒറിഗാനോ ആഡ് ചെയ്യുന്നത്. ഒരു 2-3 പിഞ്ച് മതി. എന്നിട്ട് ഇതിനെല്ലാം കൂടി നമുക്ക് നന്നായിട്ട് മിക്സ് ചെയ്യാം. മിക്സ് ചെയ്ത് ഏകദേശം ഒരു 10 to 15 മിനിറ്റ്സ് റെസ്റ്റ് ചെയ്യാൻ വയ്ക്കുക. എന്നിട്ട് ഒരു നല്ല മൂട് കട്ടിയുള്ള പാനിലേക്ക് ഒരു 5 to 6 ഡ്രോപ്സ് ഒലിവ് ഓയിൽ ചേർക്കുക. അതിലേക്ക് ഈ ചിക്കനെ എണ്ണ ഒന്ന് ചെറുതായിട്ട് ചൂടാകുമ്പോഴത്തേക്ക് നമുക്ക് ഈ ചിക്കനെ, നമ്മൾ നേരത്തെ മിക്സ് ചെയ്ത് വെച്ച ചിക്കനെ നമുക്ക് ഈ പാനിലോട്ടിട്ട് നന്നായിട്ടൊന്ന് പരത്തി, എല്ലാ ഭാഗത്തോട്ടും പരത്തിയിട്ടിട്ട് നമുക്കിതിനെ മീഡിയം തീയിലിട്ട് അടച്ച് വെച്ച് വേവിച്ചെടുക്കാം. അപ്പോൾ ഇത് ഇടയ്ക്കിടയ്ക്ക് തുറന്ന് അതിനെ മിക്സ് ചെയ്ത് വേണം ഇത് വേവിച്ചെടുക്കാനായിട്ട്. അപ്പോൾ ബ്രസ്റ്റ് പീസ് ആയതുകൊണ്ട് തന്നെ പെട്ടെന്ന് വേവുകയും ചെയ്യും. മാത്രമല്ല ആ ഒരു ജ്യൂസിനെസ് നമുക്ക് ചിക്കനിൽ കിട്ടുകയും ചെയ്യും. അപ്പോൾ ഇതിനായിട്ട് ഞാനിവിടെ അടച്ചു വെച്ച് വേവിക്കുകയാണ്. ഇനി അതിൽ നിന്ന് തന്നെ അതിൻ്റെ വെള്ളം ഇറങ്ങി അത് ഫുള്ള് ഡ്രൈ ആകുന്നവരെയും നമുക്ക് വേവിക്കണം. പിന്നെ കുരുമുളകിൻ്റെ, അതായത് എരിവിൻ്റെ അളവ് കൂട്ടുകയോ കുറയ്ക്കുകയോ, അത് നമുക്കിപ്പോൾ വേണമെങ്കിൽ കൂടുതൽ കുരുമുളക് ഈ സമയത്ത് ചേർക്കാം. ഇവിടെ ഇപ്പോൾ ചിക്കൻ നല്ല ഹൈ ഫ്ലെയിമിലിട്ട് ഞാനിവിടെ ആ വെള്ളം മുഴുവൻ ഇറങ്ങിയതിന് ശേഷം ഹൈ ഫ്ലെയിമിലിട്ട് വെള്ളം മുഴുവൻ വറ്റിച്ച് ഡ്രൈ ആക്കി ഒരു പാത്രത്തിലോട്ട് മാറ്റി. അതേ പാനിലോട്ട് ഇനി ഞാൻ മഷ്റൂമാണ് വേവിക്കുന്നത്. മഷ്റൂം ഇതേപോലെ സ്ലൈസ് ചെയ്ത് കട്ട് ചെയ്തതിന് ഞാൻ ഒരു 4 to 5 മഷ്റൂം വരെയാണ് എടുത്തിരിക്കുന്നത്. ബട്ടൺ മഷ്റൂംസാണ്. ഇതിനെ ഞാൻ ഒരു പാനിലോട്ട് ഇട്ടിട്ടുണ്ട്. ഇപ്പോൾ മീഡിയം ഫ്ലെയിമിലിട്ട് അടച്ചു വെച്ച് വേവിക്കുന്നത്. ഇതിലൊരു ഇൻഗ്രീഡിയൻസും ആഡ് ചെയ്യുന്നില്ല, ജസ്റ്റ് വേവിച്ചെടുക്കുക. പിന്നെ ആ വെള്ളം വന്നു കഴിയുമ്പോഴത്തേക്ക് ഹൈ ഫ്ലെയിമിലിടുക. അപ്പോൾ ഈ മഷ്റൂമിൽ നിന്നുള്ള വെള്ളം എല്ലാം ഇറങ്ങും. നമ്മൾ മഷ്റൂം ഡയറക്റ്റായിട്ട് പിസ്സയിൽ ചേർത്താൽ വെള്ളം ഇറങ്ങിയിട്ട് അത് ഭയങ്കര നനവ് വരും പിസ്സയ്ക്ക്. അതുകൊണ്ടാണ് ആദ്യം ഇതിനെ വേവിച്ച്
അതിൻ്റെ ആ വെള്ളം മുഴുവൻ ഊറ്റിക്കളയുകയാണ്. ഇപ്പം ഞാനതിന് വെള്ളം ഇല്ലാതെ മഷ്റൂം മാത്രമായിട്ട് വേവിച്ചെടുത്തതാണിത്. ഇനി നേരത്തെ നമ്മൾ റെസ്റ്റ് ചെയ്യാൻ വെച്ച മാവ് ഇപ്പോൾ ഏകദേശം ഒരു 8 മണിക്കൂർ റെസ്റ്റ് ചെയ്തതിന് ശേഷം നമുക്കിപ്പോൾ മാവിനെ കാണാം. എയറൊക്കെ കയറി നേരത്തെ വെച്ചതിൻ്റെ ഡബിൾ സൈസായി അതിങ്ങനെ പൊങ്ങി നല്ല എയർ ഇങ്ങനെ വിട്ട് വിട്ട് വരുന്നു. ഇനി നമുക്ക് അടുത്ത സ്റ്റെപ്പ് ചെയ്യാൻ വേണ്ടി മൈദ മാവിലേക്ക് നമ്മളൊന്ന് കൈ മുക്കിയിട്ട് ഇതിനെ ഇടിക്കണം. അതായത് ഈ മാവിനെ ഇടിച്ച് അതിൻ്റെ ആ എയർ മുഴുവൻ കളയുകയാണ് നമ്മൾ. എന്നാലേ നമുക്ക് പാൻ പിസ്സ ചെയ്യുമ്പോൾ കറക്റ്റ് ആ ടെക്സ്ചർ കിട്ടത്തുള്ളൂ. അപ്പം ഇത് ചെയ്യുമ്പോൾ നമുക്ക് കയ്യിൽ ഒട്ടാതിരിക്കാൻ വേണ്ടിയിട്ടാണ് കുറച്ചുകൂടി മൈദ മാവ് അകത്ത് ഇട്ട് കൊടുക്കുക. ഈ മാവിനെ നമുക്ക് പാത്രത്തിൻ്റെ എല്ലാ സൈഡിൽ നിന്നും ഊർന്ന് അതിനെ എടുക്കാൻ പറ്റും. ഇനി അതിനെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ചപ്പാത്തി ഉണ്ടാക്കുന്ന പാത്രത്തിലേക്ക് ഈ മാവിനെ അതിൻ്റെ അകത്തോട്ട് തട്ടിയിടുകയാണ്. അപ്പോൾ ഇത് നമ്മൾ ഒലിവ് ഓയിൽ തേച്ച് വെച്ചതുകൊണ്ട് വേഗം ഇതിനെ ഇങ്ങനെ നമുക്ക് അടർത്തിയെടുക്കാൻ പറ്റും പാത്രത്തിൽ നിന്ന്. എന്നിട്ടിനി കൂടുതൽ മാവ്, അതായത് മൈദ മാവ് ഇട്ട് നമ്മളതിനെ മിക്സ് ചെയ്ത്, നേരത്തെ ഞാൻ പറഞ്ഞു നമ്മൾ മാവ് കുറച്ച് ലൂസായിട്ടാണ് നമ്മൾ ചെയ്തത്. ഇനി അതിനെ നമ്മൾ ഇതേപോലെ ഇടിച്ചിടിച്ച് കൂടുതൽ മൈദ മാവുമായിട്ട് ചേർത്ത് നമുക്ക് ഷേപ്പ് ചെയ്യാൻ പറ്റുന്ന പാകത്തിനാക്കി നമ്മൾ എടുക്കണം. അപ്പോൾ അതാണ് ഇവിടെ ചെയ്യുന്നത്. നമുക്ക് കാണാം അതിനെ ഇടിച്ച് ആ അകത്തോട്ട് പഞ്ച് ചെയ്താണ് അതിനെ മിക്സ് ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റെ അകത്തുള്ള എയറെല്ലാം പോയി ഇതേപോലെ നമുക്കൊരു എയർ പോയി നമുക്ക് മാവിനെ കിട്ടണം. ഇനി ഇതൊരു മെയിൻ സ്റ്റെപ്പാണ് പിസ്സ ചെയ്യുമ്പോൾ. എപ്പോഴും മാവിനെ നമ്മൾ ഉരുട്ടി അകത്തോട്ട് അതിനെ മടക്കി എടുക്കണം. അപ്പോൾ നമുക്ക് മുകൾ ഭാഗം നല്ല ക്ലീനായി നല്ല പ്ലെയിനായിട്ട് കിട്ടും. അടിയിൽ നമ്മളിങ്ങനെ അതിനെ കൂട്ടി അകത്തോട്ട് അതിനെ മിക്സ് ചെയ്യുക. അപ്പോൾ ഇപ്പോൾ ഈ കാണുന്നത് പോലെ മിക്സ് ചെയ്ത് അകത്തോട്ടാക്കി എടുക്കുക. ഇതിനെ നമുക്കൊരു 2 മിനിറ്റ്സ് വേണമെങ്കിൽ റെസ്റ്റ് ചെയ്യാൻ വെക്കാം. ഞാൻ ഓൾറെഡി 8 മണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വെച്ചുകൊണ്ട് ഞാൻ പിന്നെ ഇനിയൊരു കൂടുതൽ സമയം വെക്കുന്നില്ല. മാവിനെ നമുക്ക് കട്ട് ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ കട്ട് ചെയ്യുന്നതിന് മുമ്പേ മാവിനൊന്ന് കത്തിയിലേക്ക് ഒട്ടാതിരിക്കാൻ വേണ്ടി കുറച്ച് മാവ് മുകളിൽ തേച്ച് കൊടുക്കുക. അപ്പോൾ ഇതിനെ വേണമെങ്കിൽ നമുക്ക് 3 ആക്കാം, അല്ലെങ്കിൽ ഞാനിവിടെ ഇപ്പോൾ 2 ആക്കുന്നത്. അപ്പോൾ 3 ആക്കുകയാണെങ്കിൽ 3 പിസ്സ ഉണ്ടാക്കാം. ഞാനിവിടെ 2 പിസ്സ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് മാവ് എടുത്തിരിക്കുന്നത്. ഇനി ഓരോ ബോളിനെയും നമുക്ക് നേരത്തെ ചെയ്തതുപോലെ അകത്തോട്ടാക്കി ചെറിയ ചെറിയ ബോൾസ് ഇങ്ങനെ അകത്തോട്ട് മടക്കി അതിനെ എടുത്തിട്ട് നമുക്ക് നേരത്തെ നമ്മൾ റെസ്റ്റ് ചെയ്യാൻ വെച്ചതുപോലെ ആ പാത്രത്തിൽ തന്നെ ഈ മാവിനെ വെച്ചിട്ട് നനഞ്ഞ തുണി വെച്ച് മൂടി വയ്ക്കാം. അപ്പോൾ വേണമെങ്കിൽ റെസ്റ്റ് ചെയ്യാൻ വെക്കണം എന്നുണ്ടെങ്കിൽ 2 ഇതേപോലെ ആക്കി നമുക്ക് റെസ്റ്റ് ചെയ്യാൻ വെക്കാം. ഞാനിപ്പോൾ 2ാമത്തെ റെസ്റ്റ് ചെയ്യാൻ വെക്കുന്നില്ല, നേരെ പിസ്സയുടെ പ്രോസസ്സിലോട്ട് പോവുകയാണ്. അപ്പോൾ ഇതേപോലെ മാവ് എല്ലാ സൈഡിലോട്ടും ആക്കി നമുക്കതിനൊന്ന് ഉരുട്ടി എടുക്കാം. ആദ്യത്തെ മാവിനെ നമ്മൾ എടുക്കും വരേക്കും നമുക്കതിനെ നനഞ്ഞ തുണി വെച്ച് തന്നെ മൂടി വെച്ചേക്കാം. ഇനി ഈ മാവിനെ നമ്മൾ റോളിംഗ് പിന്ന്, അതായത് ചപ്പാത്തി പരത്തുന്ന ആ പിന്ന് വെച്ചിട്ട് നമുക്കിതിനെ ചെറുതായിട്ടൊന്ന് പരത്തി കൊടുക്കാം. വേണമെങ്കിൽ മുഴുവനും, അതായത് നമ്മുടെ പാത്രത്തിൻ്റെ സൈസിനനുസരിച്ച് നമുക്കിതിനെ മുഴുവനും നമുക്ക് ഇങ്ങനെ തന്നെ പരത്തിയെടുക്കാം. ഞാനിവിടെ കൈകൊണ്ടാണ് അത് പരത്താൻ ഉദ്ദേശിക്കുന്നത്. കാരണം ഇത് മൈദ ആയതുകൊണ്ട് നമുക്ക് പെട്ടെന്ന് അതിനെ വലിച്ച് നമുക്ക് ആ ഷേപ്പിലെടുക്കാൻ പറ്റും. അപ്പോൾ ഇപ്പോൾ ഇവിടെ ഞാൻ കൈ മടക്കി കൈയുടെ മുകളിലിട്ട് അതിനെ ഇങ്ങനെ പരത്തുകയാണ്. അപ്പോൾ ഇങ്ങനെ ചെയ്യുമ്പോൾ നടുഭാഗം എല്ലായിടത്തും ഒരേ തിക്നെസ് കിട്ടും. എല്ലാ ഭാഗവും ഒരേ തിക്നെസ് ആയതിനു ശേഷം പിന്നെ സൈഡിലോട്ടുള്ള തിക്നെസ്സിനെ നമുക്ക് പരത്തിയെടുക്കുക. അപ്പോൾ എവിടെയാണോ കട്ടി കൂടുതൽ അവിടെ വെച്ചിട്ട് ഇങ്ങനെ ഒന്ന് കയ്യിൽ തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും അടിച്ചു കഴിയുമ്പോൾ ആ ഭാഗം ഇങ്ങനെ വലിഞ്ഞു വരും. കാരണം ഇത് മൈദ മാവായതുകൊണ്ട് തന്നെ അതിങ്ങനെ പെട്ടെന്ന് വലിഞ്ഞു വരും. അപ്പോൾ അങ്ങനെ എല്ലാ ഭാഗവും കട്ടിയുള്ള ഭാഗങ്ങളെല്ലാം വലുതാക്കി ഇപ്പോൾ എല്ലാ ഭാഗത്തിനും ഒന്ന് കറക്റ്റ് പ്രൊപ്പോർഷനേറ്റ് ആക്കാൻ വേണ്ടി ഒന്നിങ്ങനെ തട്ടി കൊടുക്കുക. അപ്പോൾ ഇപ്പോൾ എല്ലാ ഭാഗവും തട്ടി എൻ്റെ പാനിൻ്റെ സൈസിന് ഞാൻ പിസ്സയുടെ മാവാക്കിയിട്ടുണ്ട്. ഇനി ഏത് പാനിലാണോ പിസ്സ ചെയ്യാൻ പോകുന്നത് ആ പാൻ നന്നായി ചൂടായതിനു ശേഷം അതിലേക്കൊരു 3 ഡ്രോപ്പ് ഒലിവ് ഓയിൽ ഒഴിച്ച് എല്ലാ ഭാഗത്തോട്ട് നേർമയ്ക്കൊരു ലെയറാക്കി ഇതേപോലെ സെറ്റ് ചെയ്തെടുക്കുക. അത് ചൂടായതിനു ശേഷം അതിലേക്ക് നമുക്ക് ഈ മാവ് ഇപ്പോൾ ചെയ്ത് വെച്ച മാവിനെ നമുക്ക് അതിലോട്ട് ഇട്ടിട്ട് ആ പാനിൻ്റെ അതേ സൈസിൽ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. കാരണം ഇത് മൈദ ആയതുകൊണ്ട് നമ്മൾ എങ്ങനെ കൈ പ്രസ് ചെയ്യുന്നോ ആ സൈഡിലോട്ട് നമുക്ക് ഈ മാവ് അഡ്ജസ്റ്റ് ചെയ്തെടുക്കാം. എന്നിട്ടിനി ഇതേപോലെ ഒരു ഫോർക്ക് എടുത്തിട്ട് നമുക്ക് അതിലൊരു ഡോട്ട്സ് ഇട്ട് കൊടുക്കാം. അതെന്തിനാന്ന് വെച്ചാൽ ബബിൾസ് വന്ന് എയർ വന്ന് പൊങ്ങാതിരിക്കാൻ വേണ്ടിയിട്ട്. എന്നിട്ടിനി ഇതിൻ്റെ ഈ ഭാഗത്ത് ഞാനൊരു 3 ഡ്രോപ്പ് ഒലിവ് ഓയിൽ വെച്ച് എല്ലായിടത്തും ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുകയാണ്. അപ്പോൾ ഇത് നമ്മൾ തിരിച്ചിടുമ്പോൾ പിസ്സയ്ക്ക് ആ ഒരു ഒട്ടിപ്പിടിക്കാതിരിക്കാനാണ്. ഇപ്പോൾ ഒരു സൈഡ് മാവ് വെന്ത് കഴിയുമ്പോൾ നമുക്ക് മറുവശം തിരിച്ചിട്ടിട്ട് ഇതേപോലെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. അതായത് ആ പാനിലോട്ടൊന്ന് പ്രസ് ചെയ്തിട്ട് തീ ഓഫ് ചെയ്യാം. ഇനി ഇത് നമ്മൾ ഫുൾ അസംബിൾ ചെയ്തിട്ട് തീ ഇട്ട് നമുക്ക് വേവിച്ചെടുക്കാം. അപ്പോൾ നേരത്തെ ഉണ്ടാക്കി വെച്ച
സോസാണിത്, ടൊമാറ്റോ സോസാണ്. ഇതിന് നമുക്ക് ഏകദേശം ഒരു 3 ടേബിൾ സ്പൂൺ വരയ്ക്കും സോസ് ഞാനിവിടെ ആഡ് ചെയ്യുന്നുണ്ട്. ആഡ് ചെയ്തിട്ട് ഈ പിസയുടെ എല്ലാ സൈഡുകളിലോട്ടും, ആ പിസയുടെ മാവിൻ്റെ എല്ലാ സൈഡുകളിലോട്ടും നമുക്ക് ഇതേപോലെ ഇങ്ങനെ തേച്ച് കൊടുക്കാം. അപ്പോൾ ഓരോ ബൈറ്റിലും നമുക്ക് സോസ് നന്നായിട്ട് കിട്ടും. അതിന് വേണ്ടിയിട്ടാണ് എല്ലാ സൈഡിലോട്ടും നമ്മളിങ്ങനെ തേച്ച് കൊടുക്കുന്നത്. അപ്പോൾ സോസ് തേച്ച് കഴിഞ്ഞു. ഇനി ഇതിൻ്റെ മുകളിലായിട്ട് നേരത്തെ വേവിച്ച് വെച്ചിരിക്കുന്ന ചിക്കൻ നമുക്ക് എടുത്ത് ലെയർ ചെയ്യാം. അപ്പോൾ ഇതിപ്പോൾ നമുക്ക് നിറയെ ചിക്കൻ വേണം, ഓരോ ബൈറ്റിലും നിറയെ ചിക്കൻ വേണമെങ്കിൽ ഇതേപോലെ നമുക്ക് നിറയെ ചിക്കൻ ഇടാം. കുറച്ച് മതിയെങ്കിൽ നമുക്ക് ആവശ്യത്തിനനുസരിച്ച് ഇത് അഡ്ജസ്റ്റ് ചെയ്യാം. എന്നിട്ട് ഇതേപോലെ ഇപ്പോൾ ചിക്കൻ എല്ലാം നന്നായി ലേ ചെയ്തതിന് ശേഷം ഞാനിവിടെ ഒരു ചീസ് സ്ലൈസ് ഇടുന്നുണ്ട്. ഇത് നമ്മൾ ഓരോ ബൈറ്റിലും നമുക്ക് ആ ചീസ് ഇങ്ങനെ നിറയെ വരണം എന്നുണ്ടെങ്കിൽ കുട്ടികൾക്കൊക്കെ അത് ഭയങ്കര ഇഷ്ടമായിരിക്കും. അതുകൊണ്ടാണ് ഇതിങ്ങനെ ചീസ് സ്ലൈസ് ഇടുന്നത്. അത് വേണമെങ്കിൽ മതി, ഇല്ലെങ്കിൽ ഒഴിവാക്കാവുന്നതേ ഉള്ളൂ. അടുത്തതായിട്ട് ഞാൻ മഷ്റൂംസാണ് ഇടുന്നത്. മഷ്റൂംസ് നേരത്തെ വേവിച്ച് വെച്ച മഷ്റൂമാണ്. അത് എല്ലായിടത്തും ഒന്ന് ലെയർ ചെയ്യുക. ഇതേപോലെ എല്ലാ ബൈറ്റിലും കിട്ടുന്ന കണക്കൊന്ന് ലെയർ ചെയ്യുക. ഇനി ഇതിൻ്റെ മുകളിലായിട്ട് ക്യാരറ്റ്സ്, ഇത് ഫ്രഷ് ക്യാരറ്റാണ്. ഇത് ഞാൻ വേവിച്ചിട്ടൊന്നുമില്ല, അതിനെ സ്ലൈസ് ചെയ്തെടുത്ത് ജൂലിയൻ കട്ട് ചെയ്ത ക്യാരറ്റാണ്. അത് ഇതിൽ ഇതേപോലെ ലെയർ ചെയ്യാം. ഇനി അടുത്തതായിട്ട് കുറച്ച് ഉള്ളിയാണ്. സവാള ഇതേപോലെ നേർമയ്ക്ക് നീളത്തിനരിഞ്ഞത്, അതും ഇതേപോലെ നമുക്ക് എല്ലായിടത്തും ഒന്ന് ലെയർ ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇതിൽ നിറയെ വെജിറ്റബിൾസും ഇടുന്നുണ്ട്, ചിക്കനും ഉണ്ട്. ഇനി ഏറ്റവും മുകളിലായിട്ട് കുറച്ച് ക്യാപ്സിക്കം. അപ്പോൾ നമുക്ക് യെല്ലോയും റെഡും എല്ലാം കിട്ടുകയാണെങ്കിൽ എല്ലാ കളേഴ്സും നമുക്കിതിൽ ചേർക്കാവുന്നതാണ്. ഇനി ഇതിൻ്റെ മുകളിലായിട്ട് ഞാൻ കുറച്ച് ഒറിഗാനോ, അതൊരു ചെറുതായിട്ടൊന്ന് സ്പ്രിങ്കിൾ ചെയ്യും. ഇപ്പോൾ അതേപോലെ ചില്ലി ഫ്ലേക്സ്, റെഡ് ചില്ലി ഫ്ലേക്സും ഉണ്ട്, അതും കുറച്ചൊന്ന് നമുക്ക് ഇതേപോലെ സ്പ്രിങ്കിൾ ചെയ്ത് കൊടുക്കാം. ഇനി ഇതിൻ്റെ മുകളിലായിട്ട് മൊസറല്ല ചീസ് ഞാൻ ഇവിടെ ഷ്രെഡ് ചെയ്തെടുത്തതാണ്. അതിനെ നമുക്ക് ഇതിൻ്റെ മുകളിലായിട്ട് ലേ ചെയ്യാം. അപ്പോൾ ഈ മൊസറല്ല ചീസിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ അത് ചൂടാകുമ്പോഴത്തേക്ക് അതിങ്ങനെ സ്റ്റിക്കി ആയിട്ട് വരും. അപ്പോൾ ഈ വെജിറ്റബിൾസിൻ്റെ മുകളിലെല്ലാം അത് വെച്ച് കഴിയുമ്പോൾ വെജിറ്റബിൾസിനെ എല്ലാം പിസയിലോട്ട് ഒട്ടി നിർത്തിക്കും. അതിങ്ങനെ വെജിറ്റബിൾസ് വിട്ട് വരാതെ അതിനെ പിടിച്ചു നിർത്താനായിട്ട് ഈ ചീസ് നമ്മളെ ഹെൽപ്പ് ചെയ്യും. അപ്പോൾ അതുകൊണ്ടാണ് എല്ലാ സൈഡിലും എല്ലാ വെജിറ്റബിൾസിൻ്റെയും മുകളിലായിട്ട് ഇതിനെ കുറേശ്ശെ ചേർത്ത് എന്നിട്ട് ഇതിനെ ഇങ്ങനെ പ്രസ് ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ ആ എയർ സ്പേസ് ഉണ്ടെങ്കിൽ അതും പോയി ഈ ചീസ് അതിനെ ഇൻടാക്റ്റ് ആയിട്ട് നിർത്തും. ഇനി ഇതിൻ്റെ മുകളിലായിട്ട് ഇപ്പം തന്നെ വേണമെങ്കിൽ നമുക്ക് ഒറിഗാനോയും ചില്ലി ഫ്ലേക്സും ആഡ് ചെയ്യാം. അതല്ല വെന്തതിന് ശേഷം മതിയെങ്കിൽ അങ്ങനെയും ചെയ്യാം. ഞാനിവിടെ ആദ്യമേ അതിൽ കുറച്ച് ഒറിഗാനോ സ്പ്രിങ്കിൾ ചെയ്യുകയാണ്, ഏറ്റവും ടോപ്പിലുള്ളത്. അതേപോലെ ചില്ലി ഫ്ലേക്സ്, റെഡ് ചില്ലി ഫ്ലേക്സും ഇതിൻ്റെ മുകളിൽ സ്പ്രിങ്കിൾ ചെയ്യുകയാണ്. അപ്പോൾ നമ്മുടെ ഇപ്പോൾ ചീസ് എല്ലാം ചെയ്ത് പിസ്സ എല്ലാം ഏകദേശം റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിതിനെ അടച്ചു വെച്ച് നമുക്കൊരു 5 മിനിറ്റ്സ് ലോ ഫ്ലെയിമിലിട്ട് വേവിക്കാം. ഏറ്റവും ലോ ഫ്ലെയിമിലിട്ട് അടച്ചു വെച്ച് നമുക്കിതിനെ വേവിക്കാം. ഇനി അപ്പോൾ ഇത് വെന്ത് കഴിയുമ്പോൾ നമുക്ക് കാണാം കംപ്ലീറ്റ് ചീസും മെൽറ്റായി. എല്ലാ സൈഡിലും ഒരു ഭാഗത്ത് പോലും ചീസ് മെൽറ്റാകാതെ ഇല്ല. ഇതാണ് ചീസ് പിസ്സ വെന്തത് കണക്കാക്കുന്നത്. ഇനി നമുക്കിത് സെർവിങ് ബൗളിലോട്ട് മാറ്റാം. ഇപ്പോൾ നമുക്ക് പാൻ പിസ്സ റെഡി ആയിട്ടുണ്ട്. ഇനി ഇതിനെ പിസ്സ കട്ടർ ഉപയോഗിച്ച് നമുക്കിതിനെ കട്ട് ചെയ്യാം. അപ്പോൾ ഇവിടെ ഇത് റെഗുലർ പിസ്സയുടെ സൈസ് ആയതുകൊണ്ട് ഞാനത് 4 പീസായിട്ടേ കട്ട് ചെയ്യുന്നുള്ളൂ. വലിയ പാൻ ഉണ്ടെങ്കിൽ നമുക്ക് അതിനനുസരിച്ച് വലിയ പിസ്സ ആക്കാം. അപ്പോൾ നമുക്ക് 6 പീസായിട്ടോ 8 പീസായിട്ടോ ഇതിനെ കട്ട് ചെയ്തെടുക്കാവുന്നതാണ്. അപ്പോൾ ഇവിടെ ഞാൻ പിസ്സ കട്ട് ചെയ്ത് കഴിഞ്ഞു. ഇപ്പോൾ നമ്മുടെ പിസ്സ റെഡി ആയിട്ടുണ്ട്. നമുക്ക് കാണാം പാനിൽ വെച്ച പിസ്സ ആണെങ്കിലും അടി നന്നായിട്ട് കറക്റ്റ് ബേക്കായിട്ടുണ്ട്. അതുപോലെ ആ മൊസറല്ല ചീസ് ഇട്ടത് കൊണ്ട് തന്നെ ഇതേപോലെ ഇങ്ങനെ വലിഞ്ഞ് ചീസ് വരികയും ചെയ്യും. അപ്പോൾ നമ്മുടെ pan pizza തയ്യാറായി. Thank you for watching my video. Please subscribe and share it.